മറ്റു വാർത്തയിലേക്ക് 2 പതിറ്റാണ്ടിന് ശേഷം ബംഗ്ലാദേശിന്റെ അധികാരം ഇനി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക്. താരിഖ് റഹ്മാൻ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ അധികാരമേൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് BNP ആവശ്യപ്പെട്ടു. രാകേഷ് വിവരങ്ങളുമായി ചേരാൻ. രാകേഷ്, നയം വ്യക്തമാക്കുകയാണ് BNP. അതായത് ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന പശ്ചാത്തലമൊരുങ്ങുന്നു. ഇന്ത്യയും ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടി വരും ഇനിയുള്ള സംഭവവികാസങ്ങളെ. തീർച്ചയായും രഞ്ജിത്ത്, ഇന്ത്യയും ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടി വരും. ആദ്യം തെരഞ്ഞെടുപ്പ് പോലത്തിലേക്ക് പോവുകയാണെങ്കിൽ 2 പതിറ്റാണ്ടിന് ശേഷം BNP അധികാരത്തിലേക്ക് മടങ്ങിയെത്തുന്നതെന്നാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 3-2 ഭൂരിപക്ഷത്തോടു കൂടി അവർ അധികാരത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. 300 സീറ്റുകളിൽ 297 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. അതിൽ തന്നെ 209 സീറ്റുകൾ നേടിക്കൊണ്ടാണ് അവർ വലിയ വിജയം ഇപ്പോൾ നേടിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ ഇങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമി 68 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. NCP 6 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. കൂടാതെ സ്വതന്ത്രർ 7 സീറ്റുകളിൽ വിജയിച്ചു. ബംഗ്ലാദേശ് ഖിലാഫത്ത് മജ്ലിസ് 2 സീറ്റുകളിൽ വിജയിച്ചു. ഇസ്ലാമിക് ആന്തോളൻ ബംഗ്ലാദേശ് ജാതീയ പാർട്ടി, ഗുണ അധികാർ പരിഷത്ത് തുടങ്ങിയ പാർട്ടികൾ ഓരോ സീറ്റുകളിലും വിജയിച്ചു. ഏതായാലും BNPയെ സംബന്ധിച്ച് അതിനെ നയിക്കുന്ന നേതാക്കളെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് താരിഖ് റഹ്മാനെ സംബന്ധിച്ച് അദ്ദേഹം 17 വർഷത്തിന് ശേഷമാണ് ബംഗ്ലാദേശിലേക്ക് കഴിഞ്ഞ ഡിസംബറിൽ മടങ്ങിയെത്തിയത്. പിന്നീട് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ആ പാർട്ടിയെ ഇപ്പോൾ അധികാരത്തിലെത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബംഗ്ലാദേശ് രാഷ്ട്രീയവും ഇപ്പോൾ ഒരു മാറ്റത്തിൻ്റെ ദിശയിലാണെന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞൊരു 3 പതിറ്റാണ്ട് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ 2 നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. 2 പാർട്ടികളെ നയിച്ചിരുന്ന 2 നേതാക്കളായിരുന്നു. ഒന്ന് ഷെയ്ഖ് ഹസീന, മറ്റൊന്ന് ബീഗം ഖാലിദ സിയ. ഇതിൽ ഖാലിദ സിയ അടുത്തിടെ അന്തരിച്ചു. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അവർ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം വിട്ടൊഴിയേണ്ടി വന്നതും പിന്നീട് ഇന്ത്യയിലേക്ക് അഭയം തേടേണ്ടി വരികയും ചെയ്തത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടി മത്സരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അവർ വിലക്ക് നേരിട്ട പാർട്ടിയാണ്. 2025 അവർക്ക് രജിസ്ട്രേഷൻ അടക്കം പുനഃസ്ഥാപിക്കാനുള്ള ഉത്തരവ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പിന്നീട് രജിസ്ട്രേഷൻ ലഭിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തത്. 68 സീറ്റുകളിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നിലവിലെ സാഹചര്യം, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിരുദ്ധത ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഒക്കെ തന്നെ അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 68 സീറ്റുകളിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പോലും അവരെ സംബന്ധിച്ച് അതൊരു നേട്ടമായാണ് അവർ വിലയിരുത്തുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രവും കണക്കുകളും നോക്കുമ്പോൾ ഇതിനു മുൻപ് 18 സീറ്റുകൾ വിജയിച്ചതാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടം. പ്രത്യേകിച്ച് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പല ജില്ലകളിലും വലിയ മുന്നേറ്റം നടക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ നല്ല ബന്ധം ബംഗ്ലാദേശുമായി ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയാണ് ഇന്ത്യയോട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന നേതാവ്. അവരുടെ കാലഘട്ടത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഊഷ്മളമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇടക്കാല സർക്കാർ വരികയും ഇന്ത്യയുമായുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ബന്ധം വളരെ മോശം നിലയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ സർക്കാരുമായി നല്ല ബന്ധമുണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഇന്നലെ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അതിനുശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലും വിജയാശംസ നേർന്നുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും അതിർത്തി അടക്കമുള്ള വിഷയങ്ങൾ, നുഴഞ്ഞുകയറ്റം അടക്കമുള്ള വിഷയങ്ങൾ, ഭീകരവാദം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ജാഗ്രതയോടെ നോക്കിക്കാണുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഒരു വിഷയമാകാൻ, ഇന്ത്യക്കും ബംഗ്ലാദേശിനും മുന്നിലുള്ള ഒരു വിഷയമാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഷെയ്ഖ് ഹസീനെ വിട്ട് കിട്ടണം എന്നൊരാവശ്യം BNP ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. കാരണം നേരത്തെ ഇടക്കാല സർക്കാരും അതേ ആവശ്യം അവരെ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. ഈ പ്രക്ഷോഭ നാളുകളിലെ നടപടിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഷെയ്ഖ് ഹസീനയെ വിചാരണയ്ക്കായി അനുവദിക്കണം എന്നൊരാവശ്യം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ നേരത്തെ മുന്നോട്ട് വെച്ചതാണ്. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിലും ആ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനോട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്നതൊക്കെ തന്നെ ഭാവിയിൽ നിർണായകമായ കാര്യമാണ്. രഞ്ജിത്ത്. ശരി, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.